നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റായി. സമയം 9:10 കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ബീഫ് കറിയാട്ടോ. ഇന്ന് പോത്ത് വാങ്ങാൻ പോയിട്ട് പോത്ത് കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ചയും പോത്ത് കിട്ടിയില്ല കേട്ടോ. പോത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണെന്ന് തോന്നുന്നു. പോത്തിറച്ചി കിട്ടിയില്ല. അപ്പം ഈ ആഴ്ച ബീഫ് വാങ്ങിച്ചു. ഒന്നും വാങ്ങിക്കുന്നില്ല, ഉച്ചയ്ക്ക് പയറും കഞ്ഞിയൊക്കെ ഇടാൻ ഏട്ടൻ പറഞ്ഞു. പക്ഷെ ഒന്നും വാങ്ങിക്കാണ്ട് ഉച്ചയ്ക്ക് പയറും കഞ്ഞി ഇട്ടാൽ ഈവനിങ് ആകുമ്പോൾ പിന്നെ എന്തുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കൺഫ്യൂഷനാട്ടോ. അപ്പം എന്തെങ്കിലും ഇതുപോലെ മീനോ ഇറച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ബീഫ് അടുപ്പത്തിരിപ്പുണ്ട്. കപ്പ ഉച്ചത്തേക്ക് പുഴുങ്ങാനായിട്ട് അത്രയും മതി കേട്ടോ. വേദയ്ക്കാടിന് മാത്രം മതി. ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മുടെ നല്ല നെയ്യുള്ള ഇറച്ചിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നെയ്യെടുത്ത് ഞാനിങ്ങനെ ഉരുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി ഓയിലാട്ടോ, അതിലാണ് ഞാൻ ഇട്ടത്. ചോറടുപ്പത്ത് വെച്ചു. എനിക്ക് കഴിക്കാനായിട്ട് പഴം പുഴുങ്ങാനായിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നു. പാലൊക്കെ കാച്ചി പല പല പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാവിലെ. ഇപ്പം സൺഡേ ആയാൽ മിക്കവാറും ഇവിടെ ഇറച്ചി വാങ്ങിപ്പാണ്. അപ്പോൾ ദീപ ചേച്ചി തന്ന ആ ഒരു മിക്സ് ഇട്ടാണ് ഞാൻ വയ്ക്കാൻ നോക്കിയത്. നോക്കിയപ്പോൾ അത് 1/2 കിലോ ഇറച്ചിയുടെ കേട്ടോ. എന്തായാലും ഞാൻ അത് തട്ടിയിട്ടുണ്ട്. കുറച്ച് മസാല ഞാനും കൂടി നമ്മളിവിടെ സാധാ ഉണ്ടാക്കും പോലെ മസാല കൂടി ഇടാമെന്ന് കരുതി. സവോള കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അമ്മ വേദയുടെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ 3 കിലോ കൊച്ചുള്ളി അവിടെ ചെട്ടിനാട് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നത് അമ്മ കുറച്ച് തൊലിച്ച് കൊടുത്ത് വിട്ടു. അതിലുള്ളതാണിത്. അത് കുത്തിക്കറിക്കുന്നു മൂടി വയ്ക്കാം. അങ്ങനെ രാവിലെ തന്നെ പിടിപ്പത് ജോലിയായിട്ട് നിൽക്കുകയാണ്. വേറെ ഇനിയൊന്നുമില്ല. ഇത്രയും പരിപാടികൾ കഴിഞ്ഞാൽ കഴിഞ്ഞ കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഞാൻ ഓരോ തട്ടായിട്ട് ഇടിയപ്പം ഉണ്ടാക്കത്തുള്ളൂ. അല്ലെങ്കിൽ മുകളിലത്തെ തട്ടിൻ്റെ ഈർപ്പം ഇതിലിറങ്ങിയിട്ട് ഈ ഇടിയപ്പം കൊളാവും. അത് ഇഡ്ഡലി ആയാലും അങ്ങനെ തന്നെ, മുകളിലത്തെ തട്ടിൻ്റെ ഈർപ്പം ഇതായിട്ട് കൊളാവും. മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടോ, നല്ല ലൂസായി. അതുകൊണ്ട് പിഴിയാൻ നല്ല എളുപ്പമുണ്ട്. അല്ലെങ്കിൽ കിടന്ന് കുറച്ച് നമ്മൾ ബലമൊക്കെ പിടിക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇടിയപ്പം അച്ഛനും മോൾക്കും ഇഷ്ടമല്ല. പിന്നെ എന്നും പുട്ടങ്ങനെ ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഇടിയപ്പത്തിലേക്ക് ഞാൻ വന്നത്. ഇടിയപ്പം റെഡി, ബീഫ് കറി റെഡി. വേദ ട്യൂഷന് പോകാനെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഒക്കെ വന്നപ്പോഴേക്ക് ട്യൂഷനില്ലാന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ വേദ അറിയിച്ചില്ലായിരുന്നു. വേദ എല്ലാം റെഡിയായി വന്നപ്പോൾ ട്യൂഷനില്ല. എന്നാലേ 10-12 മണി വരെ കിടന്നിറങ്ങുന്നതാണ്. ബീഫ് റെഡി, വാ ബീഫ് പോരാ. ബീഫ് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മസാല ഞാനും കൂടി ഇട്ടു. നല്ല നെയ്യുള്ള ഇറച്ചിയായിരുന്നേ. ഇത് ആക്ച്വലി വരട്ടി വെക്കുന്ന മസാലയാണ്. ഞാൻ വരട്ടിയൊന്നുമില്ല. കുറച്ച് ഗ്രേവി, ഇവിടെ എല്ലാത്തിനും ഗ്രേവി വേണം. അതുകൊണ്ട് പിന്നെ വേദയ്ക്ക് ബീഫിനോട് അത്ര വലിയ താല്പര്യമില്ല. ചിലപ്പോൾ കഴിക്കും. നാളെ മുതലാണ് വേദയ്ക്ക് വ്രതം കേട്ടോ. ഇനി ആരും വ്രതം എടുക്കുന്നില്ലേ എന്ത് പറ്റിയെന്ന് ചോദിക്കണ്ട. നമ്മളങ്ങനെ ലോങ് വ്രതം എടുക്കില്ല. നാളെ മുതലാണ് വ്രതം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഓക്കെ ആയി. എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ വയറ് ഭയങ്കരമായിട്ട് ഫുള്ളായതുപോലും ഒരു വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പഴം പുഴുങ്ങിയത് കഴിക്കാമെന്ന് കരുതിയത്. വേദയുടെ ഫേവറേറ്റ് ഇടിയപ്പം അല്ലേടാ? ഇഷ്ടമല്ല, വേദയ്ക്ക് ഇഷ്ടമല്ല, ഏട്ടനും ഇഷ്ടമല്ല. എങ്കിലും ഞാൻ ശകല ഇടിയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നിനക്ക് ഭാഗ്യമായില്ലേ, കുറച്ച് ഇടിയപ്പം കഴിച്ചാൽ പോരെ. ഇടിയപ്പവും ആ മസാലക്കൂട്ടും എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടും. നമ്മൾ സ്ഥിരം വയ്ക്കുന്നതിൽ നിന്നും ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽപ്പുണ്ട്. ഞാൻ പഴം തിന്നണ നോക്ക്. പുഴുങ്ങിയ പഴം പഴുക്കാത്ത തന്നെ നല്ലത്. പാല് തണുക്കാൻ വച്ചേക്കുന്നത് കൊള്ളാമോ? ഞാൻ വെക്കണത് ഇതാ നല്ലത്. എന്താണെന്നില്ല, ഇതാണ് നല്ലതെന്ന്. നല്ല കളറൊക്കെ ഉണ്ട്. ഇത് വരട്ടിയെടുക്കുന്ന സാധനമാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. ഞാൻ ഇതുവരെ മീറ്റ് മസാല വാങ്ങിച്ചിട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എടാ, ഈ പഴം പുഴുങ്ങിയതും ബീഫും കൂടെ കഴിച്ചു നോക്ക്. വാഴയ്ക്കപ്പവും ബീഫും കഴിക്കുമ്പോൾ ഇരിക്കും. ടേസ്റ്റ് ചെയ്യണോ? കഴിച്ചു നോക്ക്.
അവൾക്ക് വാഴയ്ക്കപ്പവും ബീഫും ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പാത്രത്തിരിപ്പുണ്ട്. പിന്നെ സമയം 10 മണിയായി. ഇനി ചോറൊക്കെ കഴിക്കേണ്ട. വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ 1-1:30 മണിയാകുമ്പോൾ ചോറ് കഴിക്കണം. കപ്പയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുറച്ചേ കഴിച്ചോളൂ. ഇനി ക്ലീനിങ്. 3 ദിവസമായി വീടൊന്ന് വൃത്തിയാക്കിയിട്ട് ആ കൂടെ അലങ്കോലമായിട്ട് കിടക്കുന്നു. ഇന്നലെ വേദ എൻ്റെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ, പാവം. ഇനി ക്ലീനിങ് കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. അങ്ങനെ സകലമാന ജോലികളും കഴിഞ്ഞു. ക്ലീനിങ് ഒക്കെ കുറേ ദിവസത്തിന് ശേഷം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേദ ഡാൻസിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. നേട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്ക് കൊഴുക്കട്ട വാങ്ങിച്ചുകൊണ്ട് തരണം. ബീഫ് ഒന്നുകൂടെ ചൂടാക്കാൻ വെച്ചേ. കാരണം ഒന്നാമത്തെ ഏട്ടന് ചൂടില്ലെങ്കിൽ ഏട്ടൻ കഴിക്കില്ല. പിന്നെ നെയ്യ് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ചൂടാകുമ്പോൾ ഒന്ന് മെൽറ്റാവും. നമ്മളിന്ന് വാഴയിലയിലാണ് കഴിക്കുന്നത്. ഞാൻ ഇടിയപ്പമൊക്കെ കഴിച്ചു കേട്ടോ, കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. കപ്പ, പാവയ്ക്ക, മെഴുക്ക് പുരട്ടി, ചോറ്, ബീഫ്. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു സ്പൂൺ എടുത്തോണ്ട് വാടാ. വാഴയില വേദയുടെ ബർത്ത്ഡേക്ക് അവിടെ കളികാടുന്ന് കൊണ്ടുവന്ന ഇലയാണ് കേട്ടോ. അപ്പം ഈ ബീഫിലൊക്കെ നെയ്യ് പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പ്ലേറ്റൊക്കെ കുറേ സമയത്ത് കഴുകിയാലേ അത് വൃത്തിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വാടിപ്പോയി ഇല. തവി ഐ മീൻ തവി. അവൾ പാവയ്ക്കൊന്നും കഴിക്കൂല. നമ്മുടെ ഏട്ടൻ മാത്രമേ പാവയ്ക്ക കഴിക്കൂ. ഈ കയ്പ സാധനമൊക്കെ ആര് കഴിക്കാം അല്ലേടാ? കപ്പ വയ്ക്കട്ടാ? ബാക്കിയായിരുന്നു. അത്രേ ഉള്ളൂ, ആകെ അത്രേ ഉള്ളൂ. ഞാൻ എന്തോന്ന് കഴിച്ചിട്ടെടുക്കാൻ. ബീഫ് ഒന്ന് ചൂടാകട്ടെ. അവിടെ ഇട്ട് ചൂടാക്കണം കേട്ടോ, ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത് എൻ്റെ കഞ്ഞിവെള്ളം. ഹെൽത്തി ആയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അവിടെ എല്ലാം ചൂടിയിരിക്കുന്നു. ചോറ് ഏട്ടൻ കപ്പ കഴിച്ചിട്ടേ ചോറ് കഴിക്കുള്ളൂ. ചോറാ? പിന്നെ നീ എന്താ കഴിക്കുന്ന? ഒരു പിടി ചോറ്, ഒരു പിടി. നൈസ്. ബീഫ് എടുത്തിട്ടെ. ഇന്ന് ബീഫാണ്, പോത്തല്ല. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കറി. നമ്മളൊരു നെച്ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ആ കറിക്ക്. ഉണ്ടായി ഇതോടെ എടുത്തുണ്ട്. ആ ബോട്ടിൽ മാറ്റിട ടേബിളിലിരിക്കുന്ന. ചൂടായേ. ഈ ചോറ് പാത്രം മാറ്റ്, പാവയ്ക്കേ മാറ്റ്. കുറച്ചും കൂടി നീക്കി വെച്ചാൽ മതി, ഒരുപാട് മാറ്റണ്ട. യെസ്. വേദ രാവിലെ വെച്ച് കൊടുത്തതൊന്നും കഴിച്ചില്ല കേട്ടോ, കറി മാത്രമേ കഴിച്ചുള്ളൂ. ഞാനൊരു ഇടിയപ്പം കഴിക്കാൻ കരുതി. അവൾ കഴിച്ചിട്ട് ആ ഇലയിൽ കഴിക്കാം. എനിക്കിനി വേറെ ഇല പുറത്തിരിക്കുന്നത് എടുക്കാൻ വയ്യ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം കഴിയാറായി ഗൈസ്. രാത്രി പരിപാടികളിലേക്ക് പോവുകയാണ്. ബീഫ് ചൂടാക്കാൻ വെച്ചു. വേദയ്ക്ക് ബ്രെഡ് മതി എന്നിറങ്ങിയിട്ട് ബ്രെഡ് ചീസൊക്കെ വെച്ചാ സാൻഡ്വിച്ചാ? നീ ഉണ്ടാക്കിക്കോളണം, ഞാൻ ഉണ്ടാക്കൂല. അതൊക്കെ വേദ ഉണ്ടാക്കിക്കോളും കേട്ടോ. ബീഫാ വേദയ്ക്ക് ഇഷ്ടപ്പെടില്ല. പുട്ട് അവിക്കാൻ പോവുകയാണേ. ഏട്ടന് പുട്ട് നനയ്ക്കുന്ന പാത്രമൊക്കെ ഇവിടെ നാളങ്ങോട്ട്. എനിക്ക് കൊഴുക്കട്ട വാങ്ങിച്ചുകൊണ്ട് തന്നു കേട്ടോ അച്ഛനും മോളും കൂടി. 2-ന് 3 കൊഴുക്കട്ട വാങ്ങിച്ചുകൊണ്ട് തന്നു. ഞാൻ അവിടെ ആണെങ്കിൽ 2 കൊഴുക്കട്ട കഴിക്കും. വീട്ടിൽ കൊണ്ടുവച്ച് കഴിച്ചപ്പം അവിടെ ഇരുന്ന് കഴിക്കണ ആ ടേസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചു, അത് വേറെ കാര്യം. കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇടിയപ്പവും ബീഫിൻ്റെ ഗ്രേവിയും കൂട്ടി കഴിച്ചു. ചെറിയ ഊറ്റിപ്പുട്ട് വേണോ വലിയ ഊറ്റിപ്പുട്ട് വേണോ? മീഡിയം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇന്നലെ ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കമൻറ്റ് ഉണ്ടായിരുന്നു, ചോട്ടാ മുംബൈയിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മുടി കണക്കിരുന്നെന്ന് എൻ്റെ മുടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.